Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ നമ്മളുടെ ട്രെയിനിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ അതിനേക്കാളും മേലെയാണ് ഇതിൻ്റെ രുചി. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ആ വേവുന്ന ടൈമിൽ ഇതിലേക്ക് 3 പച്ചമുളകും 1 ക്യാരറ്റും 1 ബീട്രൂട്ടും പിന്നെ കറിവേപ്പില, ഇഞ്ചി, ഒരു വലിയ സവാള, പിന്നെ ഈ ഗ്രീൻ പീസ് അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് നമുക്ക് ക്യാരറ്റിനും ബീട്രൂട്ടിന് അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് പൊട്ടാറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് ജിഞ്ചറിൽ നല്ലോണം കൊത്തി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ, അതും നല്ലോണം കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് പച്ചമുളകാണ് കേട്ടോ, അതും ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിട്ട് നമുക്ക് ഈ സവാളനെ ചെറുതായി നുറുക്കി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റാട്ടോ. അത് വഴറ്റ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തതില്ലേ അത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് നല്ല വലുപ്പത്തിലുള്ള 15 പീസ് കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 1/2 കുക്ക് ആയി കിട്ടിയാൽ മതി. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ പൊട്ടാറ്റോനെ നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കാം. ഒരു സ്മാഷർ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒടിച്ചെടുക്കുന്നുള്ളത്. കൈ കൊണ്ട് വേണമെങ്കിലും അങ്ങനെയും ഒടിച്ചെടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊട്ടാറ്റോനെ. അപ്പോഴത്തേനും ഇത് 1/2 കുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്, മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയില്ലേ അതുകൂടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഡ്രൈ മാംഗോ പൗഡറില്ലേ ആംചൂർ പൗഡർ അതുകൂടിയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഗ്രീൻ പീസിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മെഷർമെൻറ്റ്. വേണ്ടവർ അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഷുഗറില്ലേ പഞ്ചസാര അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കൂടി ചേർക്കുമ്പോഴത്തേനാണ് നല്ല ആ ഫ്ലേവർ കിട്ടുന്നുള്ളത്. ഇതിലേക്ക് ലൈം ഇല്ലേ ഒരു 1/4 ലൈം മതി. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം അവസാനമാണ് നമ്മൾ ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടുന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നീട് മല്ലിയിലയിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പോ എരിവോ കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് റസ്ക് പൊടിയാണ് കേട്ടോ വേണ്ടത്. ഒരു 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി മതി. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫ്ലേവർ തന്നെ കിട്ടും അതിന്. എന്നിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കുന്ന ടൈമിൽ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് 1/2 കപ്പിന് മേലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതിനെ നമ്മൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടിയിട്ടുള്ളത് ആ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിതിനെ ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ടാണ് സാധാരണ നോർമൽ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ അതേ ഷേപ്പിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതിലോ 2 കൈയിലും കൂടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്.
എടുത്തിട്ടുള്ളത്. എന്താ ഇത് 15 കട്ട്ലേറ്റ് വരെ എനിക്കിവിടെ ഇതിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ഇനി കോട്ട് ചെയ്തെടുക്കണം. ആദ്യം മൈദയിൽ കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അതിൽ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പിന്നീട് ഡിപ്പ് ചെയ്തെടുക്കാം. അത് 2 തവണ ഒരേ പ്രൊസീജിയർ ചെയ്യണം കേട്ടോ. ആ ടൈമിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളത്. ഇത് ആദ്യം നമുക്ക് ഒരു തവണ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അത് നമുക്ക് വെക്കാനുള്ള ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഫ്രീസറിൽ വെച്ചിട്ടോ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് മൊത്തത്തിലായി കോട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ഞാൻ സെയിം ടൈമിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഒരു തവണ ഫുള്ളായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അതിന് ശേഷമാണ് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ 2 തവണ കോട്ട് ചെയ്തെടുത്തിട്ട് തന്നെ വേണം ഈ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇതാ ഞാൻ രണ്ടാമതും വീണ്ടും കോട്ട് ചെയ്തെടുക്കുന്നുള്ളതാണ്. നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഉറച്ചിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ ടൈം എടുത്തല്ലേ ഇതൊക്കെ ഇങ്ങനെ ആക്കി ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോഴത്തേന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ചെയ്ത് നോക്ക്. നമുക്ക് ട്രെയിനിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന അതേ വെജിറ്റബിൾ കട്ട്ലേറ്റില്ലേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നുള്ളത് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എന്തിനും രുചി കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. 2 സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുന്നുള്ളത് കേട്ടോ. നമ്മളെപ്പോഴും ഇതുപോലത്തെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാകുമ്പോഴത്തേനും നമുക്കത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് നല്ലത്. എന്താ ഒരു തവണ ഞാൻ ഇതുപോലെ 3 എണ്ണമാണ് ആ ഒരു പാനിൽ നമുക്ക് എത്രത്തോളം പിടിക്കും അത്രത്തോളം ഉണ്ടാക്കിയെടുക്കാം. എന്താ ഞാൻ മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനാണ് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടിഷ്യൂലേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടില്ലേ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. കട്ട്ലേറ്റ് ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിലേക്ക് മുട്ട കൂട്ടാതിരുന്നത് വെജിറ്റബിൾ ആയതുകൊണ്ടാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.